ഇക്കുറി കേന്ദ്ര ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പതിവ് പോലെ കേരളത്തിനും കിട്ടി ഒരു വിഹിതം. പക്ഷേ കിട്ടിയ വിഹിതത്തിനകത്ത് പലർക്കും തൃപ്തി പോരായിരുന്നു. ഇതെന്താ പെൻഷൻ കാശാണോ എന്നൊക്കെ ചിലർ ചോദിച്ചു. അതിന് സമൂഹ മാധ്യമങ്ങളിൽ മറുപടിയൊക്കെ ഓരോരുത്തർ വന്നു. വേണമെങ്കിൽ കിട്ടുന്നതും വാങ്ങിച്ചുകൊണ്ടിരിക്കുക, അതിനപ്പുറം ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ള ഔദാര്യമൊന്നും വേണ്ട എന്ന് മറുഭാഗത്തു നിന്നും ഇങ്ങനെ ചില വാക്പോരികളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു സൈബർ മേഖലകളിലൊക്കെ. ഇത് നമുക്കറിയാം, മലയാളത്തിന് കുറേ കാലമായിട്ട് അംഗീകാരമൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള അംഗീകാരമൊക്കെ വരുമ്പോൾ അതിനെ ചവിട്ടിത്താഴ്ത്താനായിട്ട് അവിടെയുള്ള ഈ നോർത്ത് ഇന്ത്യ ലോബികളും ഡൽഹി ലോബികളും ഒക്കെ എപ്പോഴും ശ്രമിക്കുന്നതായിട്ടും അറിയാവുന്നതാണ്. മലയാളത്തിൽ നിന്ന് ചലച്ചിത്ര അഭിനേത്രിയായിട്ടുള്ള ഉർവശി സഹനടിയായി തിരഞ്ഞെടുത്തു. ഈ സഹനടി എന്നുള്ളത് തനിക്ക് കിട്ടിയത് ഏത് തരത്തിലാണ്, അതിൻ്റെ മാനദണ്ഡം എന്താണ് വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉർവശി കേന്ദ്ര സർക്കാരിന് നേരെയും കേന്ദ്ര അവാർഡ് നിർണയ കമ്മിറ്റിക്ക് നേരെയും പ്രത്യേകിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നേരെയും പല ചോദ്യങ്ങൾ ഉയർത്തി. സുരേഷ് ഗോപിയുടെ നേരെയും കേന്ദ്ര സർക്കാരിന് നേരെയും ഉർവശി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയത് കേരളത്തിലെ BJP ഘടകത്തിന് അതത്ര രസിച്ചിട്ടുമില്ല. സുരേഷ് ഗോപി അതിനൊട്ട് മറുപടി പറയാനും പോയിട്ടില്ല. എന്തായാലും ഈ ഉർവശി അതിശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെയും മറ്റുമൊക്കെ വിമർശിച്ചപ്പോൾ ഇത് CPM ഇതൊരു തരമാക്കി കണ്ടുകൊണ്ട് ഉർവശിയെ ഈ മത്സര രംഗത്തേക്ക്, നിയമസഭാ മത്സര രംഗത്തേക്ക് ഇറക്കാനുള്ള ഒരു ആലോചനയുമായിട്ട് തിരിച്ചു കഴിഞ്ഞു. അവർക്ക് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റ് UDF-നൊന്നും ഇല്ലാത്ത തരത്തിൽ ഈ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമാ നടന്മാരെയൊക്കെ ഈ മത്സര രംഗത്തേക്ക് കൊണ്ടുവരാറുണ്ട്. നിയമസഭയിലും അതുപോലെ പാർലമെന്റിലേക്കൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്കറിയാം, പണ്ട് ONV കുറുപ്പ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് CPIയുടെ സ്ഥാനാർത്ഥി. അന്ന് എതിരാളികളൊക്കെ വിളിച്ച മുദ്രാവാക്യം കവിക്കെന്തേ പാർലമെന്റിൽ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. എല്ലാവരും വിചാരിച്ചു ONV നിഷ്പ്രയാസം ജയിക്കുമെന്ന്. ആ കിടക്കുന്നു 8 നിലയിൽ പൊട്ടി. ഒരു കവിയെ തോപ്പിച്ചു കളഞ്ഞു തിരുവനന്തപുരം. അത് CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് CPM ഇതുപോലെ ചലച്ചിത്ര നടൻ മുരളിയെ ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ട്. VM സുധീരനോട് പരാജയപ്പെട്ടു. ഇന്നസെന്റിനെ 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചു. 2019 ഇന്നസെന്റ് വയ്യ എന്ന് പറഞ്ഞിട്ടും പിന്നെയും പിടിച്ചു നിർത്തി. 19 ഒരു ഇതിൽ തരംഗത്തിൽപ്പെട്ട് അതങ്ങ് ഒഴുകിപ്പോവുകയും ചെയ്തു. അപ്പോൾ ആകെക്കൂടി ഇതിനകത്ത് വലിയ നഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് CPM-ന്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് KPSC ലളിതയെ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിലപ്പോയില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. ആ എതിർപ്പിന് ഒടുവിൽ ഇവർക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീട് 2016 കൊല്ലത്ത് നമുക്കറിയാം PK ഗുരുദാസനായിരുന്നു അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നുകൊണ്ടിരുന്ന CPM-ൽ നിന്ന്. അത് മുകേഷിന് വേണ്ടി ഗുരുദാസനെ മാറ്റി നിർത്തി. അങ്ങനെ 16 മുകേഷ് MLA കൊണ്ടുവന്നു. അന്ന് LDF-ന്റെ ഒരു തരംഗമുണ്ടായിരുന്നല്ലോ. 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിന് എതിരായിട്ടുള്ള കേരളം ഒരു വലിയ വിധിയെഴുത്തങ്ങ് നടത്തി. അങ്ങനെ 16 പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ കൊല്ലത്ത് നിന്ന് മുകേഷും വന്നു. മുകേഷിനെ കുറിച്ച് അന്നു മുതൽ MLA ആയി കഴിഞ്ഞ നാൾ മുതൽ പരാതിക്ക് മേൽ പരാതിയുമായിട്ടാണ് നിന്നത്. അങ്ങനെ പരാതികളും ഒക്കെ ആയിട്ട് പോയെങ്കിൽ 21 വീണ്ടും മത്സരിപ്പിച്ചു. കോൺഗ്രസിന്റെ ഈ തമ്മിൽ കലഹവും പാരയും കാരണം വീണ്ടും മുകേഷ് ജയിച്ചു പോയി.
അതുകൊണ്ട് CPM-ന്റെ മൊത്തത്തിലെ അടിത്തറ അവിടെ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ 2021 തന്നെ പലരും CPM-ൽ നിന്ന് അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഇത്ര LDF തരംഗം ഉണ്ടായിട്ട് പോലും അവർക്കറിയാം കനത്ത പരാജയം വരുമെന്ന്. അതുകൊണ്ട് തന്നെ മുകേഷ് തന്നെ മത്സരിച്ചു. അതിനിടയ്ക്ക് 2024 അത് കഴിഞ്ഞിട്ട് പാർലമെന്റിലേക്കും മത്സരിപ്പിച്ചു. അതൊന്നും NK പ്രേമചന്ദ്രനോട് കിടപിടിക്കാൻ തക്കവണ്ണം CPM-ൽ ആരുമില്ല എന്നുള്ളത് CPM നേതൃത്വം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും ഒരാളെ നിർത്തണമല്ലോ. അതുകൊണ്ട് പിടിച്ച് ഈ ചലച്ചിത്ര പുങ്കവനെ പിടിച്ചു നിർത്തി 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അങ്ങനെ അത് പക്ഷേ അങ്ങനെ തോൽപ്പിക്കാൻ കൊണ്ട് നിർത്തിയതാണെന്നുള്ള തിരിച്ചറിവൊന്നും ഈ മുകേഷ് എന്ന് പറയുന്ന നടനില്ലായിരുന്നു. തുള്ളാൻ പറഞ്ഞപ്പോൾ തുള്ളി, അത്ര തന്നെ. അങ്ങനെ കൊല്ലം എന്തുകൊണ്ടും CPM-ന്റെ കയ്യിൽ നിന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെ പോകുന്ന മണ്ഡലങ്ങള് തിരിച്ചു പിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഇത്തരത്തില് ജനകീയമായിട്ടുള്ള അംഗീകാരം നേടിയിട്ടുള്ള ഈ ചലച്ചിത്ര താരങ്ങളെ ഇറക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ കഴിയും എന്ന് CPM-ന് ഒരു വിശ്വാസമുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഉർവശി എന്ന് പറയുന്ന നടിയെ മലയാളക്കര അംഗീകരിച്ചിട്ടുള്ളതാണ്. ചലച്ചിത്ര നടി എന്നുള്ള രീതിയിൽ, സഹനടി എന്നുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ നിന്നു എന്നുള്ളതാണ്. ഉർവശി അവരുടെ കുടുംബവും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള കുടുംബമാണ്. മുകേഷിൻ്റെ മുകേഷുമായിട്ടും അടുപ്പമുള്ളതാണ് ഉർവശി. അതുപോലെ തന്നെ മുകേഷിൻ്റെ കുടുംബത്തിനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളതാണ്. മുകേഷിൻ്റെ അച്ഛൻ ഓമാധവന്, അദ്ദേഹം വലിയ നാടക നടൻ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്നാണ് മുകേഷ് വന്നതെങ്കിലും അതിൻ്റെ ഗുണമൊന്നും തന്നെ കൊല്ലം മണ്ഡലത്തിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം അവർക്ക് പിടിച്ചെടുക്കണമെന്നുള്ളതൊരു വലിയ വാശിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ UDF-ൽ നിൽക്കുന്ന RSPയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. RSPയെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പ്രേമചന്ദ്രനെ ഇങ്ങോട്ട് എടുക്കാൻ തയ്യാറല്ല. കാരണം പ്രേമചന്ദ്രനോട് അത്രത്തോളം പക പിണറായി വിജയനുണ്ട്. അതുകൊണ്ടാണ് 2014 അവിടെ പോയി പരനാറി എന്ന് പറഞ്ഞത്. 2019 പരനാറി ആവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഉയർന്നു പൊക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ RSPയെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ശ്രമം. പക്ഷെ അത് എത്ര വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം. ഈ പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ MP ആയതോടുകൂടി UDF-ന്റെ ഒരു അടിത്തറയായി കൊല്ലം മാറി എന്നുള്ളതാണ്. അത് CPM-ന്റെ അടിത്തറ തകർത്ത് കളഞ്ഞു. അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചലച്ചിത്ര നടി ഉർവശിയെ കൊല്ലത്ത് നിന്ന് മത്സരിപ്പിക്കാനായിട്ട് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇനി ഇപ്പോൾ ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിലേക്ക് നോട്ടമുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം CPM സമീപിച്ചതും മത്സരരംഗത്തേക്ക് ഇറക്കാൻ തീർച്ചപ്പെടുത്തുന്നതും. ഇത് CPM 3-ാം വട്ടവും LDF 3-ാം വട്ടവും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മറ്റു മണ്ഡലങ്ങളിലും നടപ്പിലാക്കുകയും ചെയ്യും.